2 ഉരുളക്കിഴങ്ങും ബ്രെഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വൈകുന്നേരം നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ സിമ്പിളായിട്ട് പക്കോട റെഡിയാക്കി എടുക്കാവേ. ഒരുപാട് പാടൊന്നുമില്ലാതെ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞ് ഇതേപോലെ ഒരു ഗ്രേറ്ററിൽ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. വേവിക്കൊന്നും വേണ്ട, അല്ലാതെ തൊലി കളഞ്ഞ് നേരെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ തീരെ കനം കുറഞ്ഞ് നല്ല തിന്നായിട്ട് വേണം കേട്ടോ ഇരിക്കാനായിട്ട്. എടുത്തിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങും ഇതേപോലെ തീരെ കനം കുറച്ച് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കറയുണ്ടാവും കേട്ടോ. അപ്പോൾ 2-3 തവണ നന്നായിട്ട് തന്നെ കഴുകി ശരിക്കും പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതൊരു 3 തവണ ഞാൻ കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കയ്യിൽ ഇതേപോലെ ശരിക്കും ഒന്നും കൂടി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ 2-3 തവണ നന്നായിട്ട് കഴുകിയാൽ മാത്രമാണ് ശരിക്കും ഉരുളക്കിഴങ്ങിലെ കറയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി പോയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ഇനി ഈ പാത്രത്തിലാട്ടോ ബാക്കി എല്ലാ മിക്സിങ്ങും നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ നല്ലോണം തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള ഇതേപോലെ തന്നെ തീരെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് വേണ്ടി 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു 3 ബ്രെഡാണ്. എടുത്ത ബ്രെഡ് 3ഉം സൈഡൊക്കെ നല്ലോണം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേറെ അരിപ്പൊടി ഒന്നും തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/2 കപ്പ് മാത്രമേ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ഈ സമയത്തിനകത്തേക്ക് വേറെ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ആ ഉരുളക്കിഴങ്ങിലും അതേപോലെ തന്നെ സവാളയിലും ഒക്കെ ഉള്ള ചെറിയൊരു നീര് കൊണ്ടാണ് ഇപ്പോൾ ഇതങ്ങ് മിക്സായി വരുന്നത്. കൈവച്ച് തന്നെ നല്ലോണം തന്നെ എല്ലാം കൂടി ഒന്നുകൂടി യോജിപ്പിച്ച് ശരിക്കും മിക്സ് ആക്കി എടുക്കാം. കണ്ടത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ബ്രെഡും അതേപോലെ തന്നെ സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും പൊടികളും എല്ലാമായിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോവരുതേ. കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഒരു 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തത്. കണ്ടത് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് കയ്യിലെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നേരെ ഓയിലിലേക്ക് ചാടാൻ പാകത്തിനുള്ള ആ ഒരു പരുവം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നേരെ തന്നെ നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനയ്ക്കുക. അതിനുശേഷം ഓരോന്നോരോന്ന് ഇതേപോലെ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഒരുപാട് വലിയ പക്കോടയൊന്നുമല്ല കേട്ടോ. ഇതേപോലെ കുട്ടി കുട്ടി പക്കോട മാത്രമാണ്. അങ്ങനെ കറക്റ്റ് ഷേപ്പ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഒരുപാട് വലിപ്പത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊക്കെ വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേപോലെ കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. അതേപോലെ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പം ഇതേപോലെ കുട്ടി കുട്ടി പക്കോട റെഡിയാക്കുന്നതാണ്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിലാട്ടോ വെച്ചിരുന്നത്. ഒരു വശമൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ 2 വശം നല്ലോണം തന്നെ ഒന്നും കൂടെ റെഡിയായി കളറൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. കണ്ടതാ ഇതുപോലെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇങ്ങോട്ട് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവേ. കണ്ടതാ കളറൊക്കെ മാറി നല്ല കുട്ടി പക്കോടയായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാതെ നല്ലോണം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിലും വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത് ബ്രെഡും ഉരുളക്കിഴങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞൻ പക്കോടയുടെ റെസിപ്പി അല്ലേ. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വൈകുന്നേരത്തെ നല്ല ചൂട് ചായയുടെയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കുട്ടിയായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് തണുത്ത് പോവാതെ ചെറു ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ.
അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.